എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞായറാഴ്ച നടന്ന KSTA മോഡൽ USS പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പഠിപ്പിച്ചു. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ബാക്കി ചോദ്യത്തിലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ് ഇത് നന്നായി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ ചോദ്യം പലതരത്തിലുള്ള അളവ് വെച്ച് ചോദിക്കാറുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കിയാണെ. ദ റൈറ്റ് ടൈം ഷോൺ ബൈ എ ക്ലോക്ക്. ഒരു ക്ലോക്കിൽ എത്ര മണിയാണ്? 4 മണിയാണ് ക്ലോക്കിൽ എന്ന് വിചാരിക്കുക. എത്ര മണിയാണ് ക്ലോക്കില്? 4 മണി. 4 മണി കാണിച്ചിരുന്ന ആ ക്ലോക്കില് എന്ത് സംഭവിച്ചു? വാട്ട് വിൽ ബി ദ ടൈം വെൻ ദ ഹവർ ഹാൻഡ് റൊട്ടേറ്റ് 135 ഡിഗ്രി. ആ 4 മണിക്ക് ഇരുന്ന ക്ലോക്ക്. അപ്പൊ 4 മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താ 12. അതാണ് ക്ലോക്ക് എവിടെ ഇരിക്കുന്നത്? 4-ലിരിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഹവർ ഹാൻഡ് സൂചി ഇതാണ് ഹവർ ഹാൻഡ്. 4-ലാണല്ലോ മണിക്കൂർ സൂചി. ചെറിയ സൂചിയല്ലേ മണിക്കൂർ സൂചി. ഈ മണിക്കൂർ സൂചി പിടിച്ച് എത്ര ഡിഗ്രി തിരിക്കുന്നു? 135 ഡിഗ്രി. ഈ മണിക്കൂർ സൂചിയെ പിടിച്ച് ഇങ്ങനെ 135 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എത്ര മണിയാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇപ്പൊ ക്ലോക്കിൽ എത്ര മണിയാണ്? 4 മണി. ആ 4 മണിക്ക് ഇരുന്ന ക്ലോക്കില് ഈ ഹവർ ഹാൻഡ് മണിക്കൂർ സൂചിയെ പിടിച്ച് എത്ര ഡിഗ്രി തിരിക്കണം? 135 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എത്ര മണിയാകും എന്നാണ് ചോദ്യം. ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ സൂചി പിടിച്ച് ഇങ്ങോട്ട് തിരിക്കും തോറും ഈ 12 ഇരുന്ന മിനിറ്റ് സൂചിക്ക് മാറ്റം വരുവേ? ഒരിക്കലും മിനിറ്റ് സൂചി 12 മണിക്ക് ഇരിക്കത്തില്ലേ? നിങ്ങൾ തന്നെ ക്ലോക്ക് എടുത്ത് വെച്ചൊന്ന് ഈ മണിക്കൂർ സൂചി ഒന്ന് കറക്കി നോക്ക്. അപ്പൊ ആര് തന്നെ അനങ്ങിക്കോളും? ഈ മിനിറ്റ് സൂചി മാറും. അപ്പൊ എന്ന് പറയുമ്പോ സമയവും മാറും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഉത്തരം പഠിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ 12 ഈ മണിക്കൂർ സൂചി ഉണ്ടോ? ഞാൻ ഈ മണിക്കൂർ സൂചിയെ പിടിച്ച് ഇവിടുന്ന് തുടങ്ങി ഈ 12 തുടങ്ങി തിരിച്ച് 12 എത്തുമ്പോ എത്ര 12 മണിക്കൂർ ആ മണിക്കൂർ സൂചി തിരിഞ്ഞു എന്ന് നമുക്ക് പറയാം. എന്തുവാ ഞാൻ പറഞ്ഞത്? മണിക്കൂർ സൂചിയാണ് ഇത്, ഹവർ ഹാൻഡ്. ഈ ഹവർ ഹാൻഡിനെ 12 കറക്കി തിരിച്ച് എവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നു? 12 കൊണ്ട് വെക്കുക. മീൻസ് എത്ര മണിക്കൂർ അത് തിരിഞ്ഞു? 12 മണിക്കൂർ. ഈ 12 മണിക്കൂർ തിരിഞ്ഞപ്പോ ഈ സൂചി എത്ര ഡിഗ്രി തിരിഞ്ഞു എന്ന് നമുക്ക് പറയാം? 360 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെയാണ്. അപ്പം മണിക്കൂർ സൂചി 12 മണിക്കൂർ തിരിയുമ്പോ അത് എത്ര ഡിഗ്രി തിരിഞ്ഞു? 360 ഡിഗ്രി തിരിഞ്ഞു എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ചോദ്യം എത്രയാണ്? 135 ഡിഗ്രി തിരിയുന്ന കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 135 ഡിഗ്രിക്ക് എത്ര മണിക്കൂർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ടോട്ടൽ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയിൽ ഇപ്പൊ എത്ര ഡിഗ്രിയുടെ കാര്യമാണ് അറിയേണ്ടത്? 135 ഡിഗ്രിയാണ്. അതുകൊണ്ട് 360ന്റെ 135 ഡിഗ്രി. ഇനി എത്ര മണിക്കൂറാണത്? 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡിന്റെ കാര്യമാണ്. അതുകൊണ്ട് ഇൻറ്റു 12. ഇത്രയും ചെയ്യുമ്പോൾ കിട്ടും എത്രയാണ് മണിക്കൂർ എന്ന്. അപ്പൊ 360 നമ്മൾ ആ ഹവർ ഹാൻഡിനെ 135 ഡിഗ്രിയിലാണ് തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആരെയാണ് തിരിക്കുന്നത്? മണിക്കൂർ സൂചിയാണ് തിരിക്കുന്നത്. അതുകൊണ്ട് 12 × 135 ബൈ എന്ത് വരും? 360 വരും. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം 12ഉം ഈ 360 തമ്മിൽ വിട്ടാലോ എത്ര വരും? 12 3 36 അപ്പൊ 30 ഡിഗ്രി എന്ന് വരും. എന്ന് പറയുമ്പോൾ ഏതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി? 135 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ മതി എന്നറിയാം. നിങ്ങൾ 135 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കും. 135 ഡിവൈഡഡ് ബൈ 30 വരുമെന്ന് അറിയാം. 4 3 120 വരുമെന്ന് നിങ്ങൾക്കറിയാം. ബാക്കി കുറയ്ക്കുമ്പോ എത്ര? 5 15 വരും. പോയിന്റ് ഇടുമ്പോ 150. എത്ര വരും? 4.5 മണിക്കൂർ എന്ന ആൻസർ കിട്ടും. എത്ര മണിക്കൂറാ കൂടുന്നത്? 4.5 മണിക്കൂർ. എന്തുവാ? ഈ 4 മണിയിൽ ഇരുന്ന ഈ മണിക്കൂർ സൂചിയെ പിടിച്ച് എത്ര ഡിഗ്രി തിരിക്കുമ്പോ? 135 ഡിഗ്രി തിരിക്കുമ്പോ എത്ര മണിക്കൂർ അത് സഞ്ചരിക്കും? 4.5 മണിക്കൂർ സഞ്ചരിക്കും. യഥാർത്ഥത്തിൽ ഇപ്പൊ ആ ക്ലോക്ക് എത്ര മണിക്ക് ഇരുന്നതാ? 4 മണി. അപ്പൊ 4 മണിയുടെ കൂടെ എത്ര മണിക്കൂറുടെ കൂട്ടണം? 4.5 മണിക്കൂറും കൂടെ കൂട്ടണം. 4 മണിക്ക് ഇരുന്ന ക്ലോക്കിനകത്താണ് 135 ഡിഗ്രി തിരിച്ചത് എന്ന് പറയുമ്പോൾ 4.5 മണിക്കൂർ അത് കൂടുതൽ തിരിഞ്ഞു. എന്ന് പറയുമ്പോൾ 4 മണി കഴിഞ്ഞ് 4.5 കൂട്ടാൻ പറഞ്ഞ് 4 മണി 5 മണി 6 മണി 7 മണി 8 മണി. 8 മണിയുടെ കൂടെ ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര മണിയാവും? 8:30 ആയിട്ട് മാറും. അപ്പൊ ആൻസർ ഈസ് 8:30. ആൻസർ എത്ര? 8:30 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ആ ഡിഗ്രിയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് മണിക്കൂർ സൂചിയാണ് ഇവിടെ. അതുകൊണ്ട് അത് 12 മണിക്കൂറാണ് മണിക്കൂർ സൂചി തിരിയുന്നത്. അതുകൊണ്ട് ഇൻറ്റു
12 ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ 4.5 മണിക്കൂറാണ് തിരിയുന്നത്. ഇവിടെ 4 മണിയായിരുന്നു, അതിനുശേഷമാണ് പിടിച്ച് തിരിച്ചത് കൊണ്ട് 4 മണിയുടെ കൂടെ 4.5 മണിക്കൂറൂടെ കൂട്ടണം എന്ന് പറയുമ്പോൾ എത്ര മണിയാവും സമയം? 8.5 മണിയായിട്ട് അത് മാറും കേട്ടോ. ഇത് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാം, അത് നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളെ കണ്ടുപിടിച്ച് ചെയ്യുക. ഇവിടെ സമയം മാറ്റിയിട്ടുണ്ട്, 3 മണിയാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പുതിയതായി കിട്ടുന്ന സമയം എത്രയാണെന്ന് നിങ്ങൾ എല്ലാവരും കമന്റിൽ അറിയിക്കുക. അപ്പൊ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഇതൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യം ആണ്. എന്താണ് ഈ കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. 3 ഫാക്ടേഴ്സ്. അപ്പൊ ഡയലോഗ് എന്താണ്? ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം എത്ര സംഖ്യകളുണ്ട് എന്നാണ്. 3 ഘടകങ്ങൾ മാത്രമുള്ള എത്ര സംഖ്യകളുണ്ട്? എവിടെയൊക്കെയാണ്? 1നും 100നും ഇടയിലുള്ള എണ്ണൽ സംഖ്യകളിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള എന്നൊരു ചോദ്യം വന്നാൽ ഒന്നെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് ഇനി വെച്ചേക്കുക, 3 ഘടകങ്ങളുള്ള, എത്ര ഘടകങ്ങളുള്ള? 3 ഘടകങ്ങൾ അല്ലെങ്കിൽ 3 ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇത് കാണാതെ പഠിച്ചാൽ അപ്പൊ അടുത്തത് 100 ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നല്ലേ? അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾക്കറിയാം നമ്മുടെ എന്ത് സംഖ്യകളാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അറിയാമായിരിക്കും അല്ലെ? 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ ആണ് 25. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന സംഖ്യകളുടെ എല്ലാം ഫാക്ടേഴ്സിന്റെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം, ഫാക്ടേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ മലയാളം എന്തോ ഘടകങ്ങളുടെ എണ്ണം എന്ത് നമ്പർ ആയിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എങ്ങനെയുള്ള സംഖ്യയാണ്? പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണ സംഖ്യകളാണെങ്കിൽ. കണ്ടോ 4 എങ്ങനെ ഉണ്ടാവുന്നത്? 2ന്റെ സ്ക്വയർ ആണ്. കണ്ടോ 4ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയർ ആണ് 4. അടുത്ത കണക്ക് 3ന്റെ സ്ക്വയർ ആണ് 9. അത് കണക്ക് 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ് 16. അടുത്ത 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ. ഇവരുടെയൊക്കെ ഈ 4ന്റെയും 9ന്റെയും 16ന്റെയും 25ന്റെ ഒക്കെ ഫാക്ടർ എടുത്ത് എഴുതി കഴിഞ്ഞാൽ, ഘടകങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എത്ര എണ്ണേ വരൂ? ഓഡ് നമ്പർ ആയിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ എത്ര ഫാക്ടർ? 3 ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതും ഒരു ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഓഡ് നമ്പർ എപ്പോഴും ഏതിലേ വരൂ? ഇങ്ങനെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിലെ വരത്തോളൂ. അതിൽ തന്നെ ഞാൻ 4ന്റെ ഫാക്ടർ ഒന്ന് കണ്ടുപിടിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ന്റെ ഒരു ഘടകമാണ് 1 അല്ലെ? 1 into 4 ആണ് 4. ഘടകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന 2 ഗുണിതമാണ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ 4ന്റെ ഫാക്ടർ ആണ് 1ഉം 4ഉം. അത് കഴിഞ്ഞ് 2 into 2 ആണ്. പക്ഷെ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? ഒരു 2 എന്ന് പറയുമ്പോൾ 4ന് എത്ര ഫാക്ടർ ഉണ്ട്? 1, 2, 3 ഫാക്ടറേ ഉള്ളൂ. അത് നമുക്ക് 9ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാണ്. 9ന്റെ ഫാക്ടർ ഏതൊക്കെയാണ്? 1 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ അതാ 3 into 3 ആണ് 9. 3 into 3 ഒരു 3 എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 9നും എത്ര ഫാക്ടറേ ഉള്ളൂ? 3. പക്ഷെ അടുത്ത 16 ഒന്ന് എഴുതിയാണ്, പ്രശ്നമുണ്ട്. 16ന്റെ ഫാക്ടറിന്റെ എണ്ണം നോക്കൂ. 1 ഉണ്ട്, 16 ഉണ്ട്, 4 4 16 ഉണ്ട്, 8ഉം 2ഉം 16 അല്ലേ? 8ഉം 2ഉം 16 അല്ലേ? അപ്പൊ ഇതിന് എത്ര ഫാക്ടർ ഉണ്ട്? 1, 2, 3, 4, 5 ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇത് സെലക്ഷൻ ചെയ്യും. ഈ ചോദ്യത്തിന് ആൻസർ ആര് വരൂല? 16 വരത്തില്ല. എന്തുകൊണ്ട്? ഇതിന് എത്ര ഫാക്ടർ ഉണ്ട്? 5 ഫാക്ടർ ഉണ്ട്. 5 ഫാക്ടർ ആയാലും എന്ത് നമ്പർ തന്നെയാണ്? ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഇതിന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഫാക്ടർ. ഈ 9ന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഫാക്ടർ. അടുത്ത 16ന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഫാക്ടർ ഉണ്ട്? 5 ഫാക്ടർ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പൂർണ്ണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് സംഖ്യ ആണെങ്കിൽ അതിന് എത്ര ഫാക്ടർ കാണും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടർ കാണും. കേട്ടില്ല? ഒറ്റ സംഖ്യ ആയിരിക്കും ഫാക്ടറിന്റെ എണ്ണം. പക്ഷെ ഈ ചോദ്യത്തിന്റെ ആൻസർ 3 ഫാക്ടറിന്റെ കാര്യമാണ് നമ്മൾ 3 ഘടകങ്ങളുള്ള സംഖ്യ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ പഠിക്കുക. 4 എന്ന് പറഞ്ഞ സംഖ്യ, അത് കണക്ക് 9 എന്ന് പറഞ്ഞ സംഖ്യ, അത് കണക്ക് 25 എന്ന് പറഞ്ഞ സംഖ്യ, അത് കണക്ക് ഒരെണ്ണം കൂടെ ഉള്ളൂ 49 എന്ന് പറയുമ്പോൾ ഈ 4 എണ്ണത്തിനാണ് എത്ര ഫാക്ടർ ഉള്ളത്? 3 ഫാക്ടർ ഉള്ളത്. ഓഡ് നമ്പർ ഓഫ് ഫാക്ടർ ഉള്ള ഏതിനെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള എല്ലാത്തിനും ഓഡ് നമ്പർ ഓഫ് ഫാക്ടർ ആയിരിക്കും. അപ്പോ 3 ഫാക്ടർ ഉള്ള ഏതൊക്കെയാ? 4, 9, 25, 49 എന്ന് പറയുമ്പോൾ എത്ര സംഖ്യക്കുണ്ട്? 4 സംഖ്യ. അപ്പൊ ആൻസർ ഈസ് 4 ആയിരുന്നു ഈ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ പഠിച്ചു വെച്ചേക്കണേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഏതൊക്കെയാണ് സംഖ്യ? 4, 9, 25, 49. ഇവരൊക്കെയാണ് എത്ര ഫാക്ടർ ഉള്ളത്? 3 ഫാക്ടർ. ഏതിന്റെ ഇടയിൽ? 1നും 100നും ഇടയിൽ ഈ 4 സംഖ്യയെ ഉള്ളൂ എന്ന്
ഓർത്തുപോയി. ആ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഫിഗർ വെച്ചിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ ഫിഗർ കണ്ടപ്പോഴേ ദൈവമേ എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച കുറെ പേര് ഈ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കാം. ഈ ചോദ്യം ചെയ്യാൻ വളരെ എളുപ്പം മക്കളെ. ഒരു കുഞ്ഞു കാര്യം അറിഞ്ഞാൽ മതി, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ AB അതോടൊപ്പം EF എന്ന് പറയും. EF ഇതാണ്ട് ഈ പടം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരമാണ്. അപ്പൊ ഇതാണ്ട് ഈ ചിത്രം ഒരു സമചതുരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് ഇതിന്റെ എല്ലാ വശവും, ഈ 4 വശവും എന്തോന്നാണ്? തുല്യമാണ്. ഓക്കെ, കിട്ടിയേ. അപ്പൊ ഇതിന്റെ പരപ്പളവ്, ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള എന്താ കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം, ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം, ഈ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പം കിട്ടും ഈ പടത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. മനസ്സിലായോ? അപ്പൊ ഈ പടത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ചതുരത്തിന്റെ കണ്ടുപിടിക്കണം, ഈ ത്രികോണത്തിന്റെ കണ്ടുപിടിക്കണം, ഈ ത്രികോണത്തിന്റെയും പരപ്പളവ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ 3 പരപ്പളവ് കൂടെ കിട്ടിയാൽ നമുക്ക് ഉത്തരം എല്ലാം കൂടെ കൂട്ടിയാൽ ഈ ഓപ്ഷനിൽ ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയോ. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പടം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ത്രികോണം കണ്ടല്ലേ, ഈ ത്രികോണം അതിന് ഇങ്ങോട്ടൊന്ന് ഞാൻ വരച്ചു കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ഒക്കെ മനസ്സിലാക്കാനുള്ള ഐഡിയ കിട്ടും. ആ ത്രികോണം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട്, ഈ ത്രികോണത്തിനെയാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. ഇവിടെ എത്ര ഡിഗ്രി എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മക്കളെ? 90 ഡിഗ്രി. കണ്ടോ? ഈ പടത്തിൽ ഇവിടെ എത്ര? 90. അതാണ് ഇവിടെ B മുതൽ C വരെയാണ്, ഇത് D ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ പടമാണേ വരയ്ക്കുന്നത്. ഈ നീളം എത്ര? 8. ഇപ്പുറത്തെ നീളം എത്ര? 6. ഓക്കെ, ഇത് 8ഉം ഇത് 6ഉം. ഇതാ ഇവിടെ വരച്ചു. അങ്ങനെയാണെങ്കിൽ മക്കളെ എന്റെ ചോദ്യം ഈ നീളം എത്ര? BD എത്ര? അപ്പൊ BD എത്ര എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. BD കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ വശത്തിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ടല്ലോ, പൈഥാഗോറസിന്റെ തിയറം വെച്ചിട്ട്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പോടെന്യൂസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് വിളിക്കുന്നത്. ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയുള്ള ത്രികോണം, അപ്പൊ പേര് മാറി. എന്ത്? റൈറ്റ് ആംഗിൾ. അപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ സൈഡാണ് BD അല്ലേ? നീളം കൂടിയ സൈഡാണ് BD. ഈ BD കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയണം. മറ്റ് രണ്ടിന്റെയും കൂടെ റൂട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? മറ്റ് 2 വശങ്ങളുടെയും സ്ക്വയർ തമ്മിൽ കൂട്ടണം. 8ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ. അറിയാലോ, നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ BD കണ്ടുപിടിക്കാൻ റൂട്ട് എടുത്തതിന് ശേഷം ആ മറ്റ് 2 വശങ്ങളും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. സ്ക്വയർ എടുത്തിട്ട് കൂട്ടണം. എന്ന് പറയുമ്പോൾ BD സമം റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36 എന്ന് പറയുമ്പോൾ റൂട്ട് 100. റൂട്ട് 100 എത്ര മക്കളെ? അപ്പൊ BD കിട്ടി. BD സമം 10 എന്ന് കിട്ടും. 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഈ വശത്തിന്റെ നീളം കിട്ടി. ഈ വശം എത്ര മക്കളെ? 10. കണ്ടല്ലേ? അപ്പൊ BD എത്ര എന്ന് കിട്ടി? 10. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് പിന്നെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി അടുത്ത മക്കളെ, അടുത്ത നോക്കിയാണ്. അടുത്തതാണ്ട് മറ്റൊരു ത്രികോണം അവിടെ ഉണ്ട്. കണ്ടല്ലോ, അതാ ഇങ്ങനെ ഒരു ത്രികോണം അവിടെ ഉണ്ട്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്ട് ഇങ്ങനെ ഒരു ത്രികോണം. എന്നിട്ട് ഇവിടെ ഒരു 90 ഡിഗ്രി അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, ഈ 90 ഡിഗ്രി. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച BD അല്ലയോ അവിടുത്തെ 10. അപ്പൊ BD എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 10 ആണ്. അതോടൊപ്പം തന്നെ DE എത്രയാണ്? അതാണ്ട് DE എന്ന് പറയുന്നത് ഈ നീളം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 10. അപ്പൊ DE 10 ആണ്. നോക്ക്, 90ന് ഓപ്പോസിറ്റ് ആണ് BE. 90ന് ഓപ്പോസിറ്റ് ആണ് BE. നോക്ക്, 90ന് ഓപ്പോസിറ്റ് ആണ് BE. അപ്പൊ BE കിട്ടാൻ എന്താ ചെയ്യണ്ടേ? BE കിട്ടാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്കറിയാം. റൂട്ട് ഓഫ് ഇപ്പം ചെയ്താണ്. BE എന്ന് പറയുന്നത് കർണമാണ് അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറൂടെ കൂട്ടണം. അപ്പൊ പറ, 10ന്റെ സ്ക്വയർ പ്ലസ് 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 100 പ്ലസ് 100. റൂട്ട് 100 പ്ലസ് 100 റൂട്ട് 200. എത്ര? റൂട്ട് 200. അപ്പൊ BEയും കിട്ടി. ഇതിന്റെ നീളം എത്ര? റൂട്ട് 200. ഓക്കെ ആണ്. ഇപ്പൊ BEയുടെ നീളം എന്തോ? റൂട്ട് 200. അപ്പൊ FE എത്രയായിരിക്കും? റൂട്ട് 200. AF എത്രയായിരിക്കും? റൂട്ട് 200. ഈ AB എത്രയായിരിക്കും? റൂട്ട് 200. എല്ലാ വശവും കിട്ടി. ഇനി നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കാം. ഈ സ്ക്വയറിന്റെ ഏരിയ, അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എത്ര കിട്ടും? പറ മക്കളെ. സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ റൂട്ട് 200 ഇൻറ്റു റൂട്ട് 200 ചെയ്താൽ പോരെ അല്ലേ? ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ 2 വശങ്ങളുടെ അളവും തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. മക്കളെ, അപ്പൊ റൂട്ട് 200 ഗുണിച്ചാൽ റൂട്ടും അങ്ങ് പോകും. ഉത്തരം എന്ത് കിട്ടും? വെറും 200. ഉത്തരം എന്തുവാ? വെറും 200. അപ്പൊ ഇതിന്റെ പരപ്പളവ് കിട്ടി. ഇതിന്റെ പരപ്പളവ് എത്രയാണ്? 200. സെറ്റ്. അടുത്ത ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ്
ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിന്റെ BED, ഏരിയ ഓഫ് ട്രയാങ്കിൾ BED-യുടെ ഏരിയ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? ഈ 90 ഡിഗ്രിയുടെ ആ പെർപെൻഡിക്കുലർ വശം എടുക്കണ്ട. അപ്പൊ 10ഉം 10ഉം ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോ ഈ രണ്ടും ഇതും കൂടെ വെട്ടി 5 എന്ന് പറയുമ്പോ ആ ത്രികോണത്തിന്റെ ഏരിയ എത്രയാണ്? 50. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഏരിയ കിട്ടി 50. അടുത്ത ത്രികോണത്തിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിളിന്റെ പേരെന്തോ? BCD എന്ന് പറയുന്നതിന്റെ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എത്ര മക്കളെ? ഏതാണ്ട് ഈ 90ന്റെ ഈ വശവും ഈ വശവും എടുക്കണ്ട. അപ്പൊ 8 ഇൻറ്റു 6, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6. അപ്പൊ ഈ രണ്ടും ഈ 6ഉം തമ്മിൽ വെട്ടി 3, 8 3 24. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര? 24 എന്ന് പറയുമ്പോ എന്തൊക്കെ തമ്മിൽ കൂട്ടണം ഏരിയ കണ്ടുപിടിക്കാൻ? 200ന്റെ കൂടെ ഈ സ്ക്വയറിന്റെ ഏരിയ 200 അതിന്റെ കൂടെ അടുത്ത ഇതിന്റെ എത്രയാ? 50 പ്ലസ് 24 കൂട്ടണം. മീൻസ് 4 7 2 274 ആണ് ഏരിയ, അല്ലെങ്കിൽ ഓപ്ഷൻ 274 ആണ്. ഈ പടത്തിന്റെ ഏരിയ എത്രയാണ്? 274. കണ്ടോ? അപ്പൊ ഇതുപോലെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ ഒന്നുപോലും ഇടാതെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർത്ത് വെക്കുക. പൈഥാഗോറസ് തിയറം ഓർത്തിരിക്കുക. ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ മറ്റ് രണ്ട് വശങ്ങളുടെയും സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം? കൂട്ടണം. ഈ ഒറ്റ കാര്യം അറിയാമെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ഏരിയ, ഈ ചിത്രത്തിന്റെ ഏരിയ എത്രയാണ്? അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? 274. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ മക്കളെ. നിങ്ങളുടെ ലൈക്ക് ഒക്കെയാണ് എന്റെ ഒരു സന്തോഷം, അല്ലാതെ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ മനസ്സിലാവും, കൊള്ളാം, ഇനിയും തുടരണം ഈ വീഡിയോ ഇടാൻ എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നും. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് തന്നോണ്ടേ ഇരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആ ഞായറാഴ്ച നടന്ന ആ പരീക്ഷയ്ക്ക്, ആ മോഡൽ പരീക്ഷയ്ക്ക്, USSന്റെ മോഡൽ പരീക്ഷയ്ക്ക് ഈ ചോദ്യമായിരിക്കും ആരും തന്നെ അറ്റൻഡ് ചെയ്യാതെ കറക്കി കുത്തിയ ചോദ്യം എന്ന് പറയുന്നത്, അല്ലേ എന്നാണ് എന്റെ വിശ്വാസം. പറ. അപ്പൊ ഈ ചോദ്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, ആരും ചെയ്ത് കാണില്ല. ഇതൊക്കെ നല്ലൊരു റേഞ്ച് ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പാടാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് നോക്കിക്കോ. അപ്പൊ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഇൻ 30 years, 30 വർഷം കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് മെത്തേഡിൽ ഒരു പൈസ കൊണ്ടിട്ടു. ഞാനിപ്പോ ഒരു 1000 രൂപയാണ് കൊണ്ടിട്ടെന്ന് വെച്ചോ. അതെന്തു ആകുന്നു? ആ 1000 രൂപ 30 വർഷം കഴിഞ്ഞ് എത്ര രൂപയാകുന്നു? 4 ടൈംസ് 4000 ആകുന്നു. 1000 രൂപ 4 മടങ്ങാകുക. മീൻസ് 4000 രൂപയാകുന്നെങ്കിൽ ആ ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്കാണ് ചോദിച്ചത്. നമ്മൾ പലിശ നിരക്ക് പറയുന്നത് ആറെന്ന് പറയുന്നതല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ആറെന്ന് വിചാരിച്ചാൽ മതി. ഈ 6 കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻസ് പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. 100/n. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 ടൈംസ് എന്നല്ലേ. ആ 4 ടൈംസിന് പകരമായിട്ട് 2 ടൈംസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്തോ മലയാളം 2 ഇരട്ടിയാകുന്നു. ഒരു തുക എന്ത് ചെയ്യുന്നു? ഇത്ര വർഷം കഴിയുമ്പോൾ 2 ഇരട്ടിയാകുന്നു എന്ന് വന്നാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ അടുത്ത ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചേക്കുന്നത് എന്തുവാ? 4 ഇരട്ടി. അതുകൊണ്ട് R ഈസ് ഈക്വൽ ടു ഇത് 2 ഇരട്ടി. അപ്പൊ 3 ഇരട്ടി ആവുമ്പോ 100 200 ആവും. ഇവിടെ ചോദിച്ചേക്കുന്ന 4 ഇരട്ടി ആയതുകൊണ്ട് 300/n ആണ് ഇക്വേഷൻ. ഇത് എപ്പോഴാ ഉപയോഗിക്കേണ്ടത്? 4 ഇരട്ടി എന്നുള്ള ഒരു കാര്യം വരുമ്പോ. അപ്പൊ ഒരു തുക ഇത്ര വർഷം കഴിയുമ്പോ 4 ഇരട്ടിയാകുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര വർഷം കഴിയുമ്പോഴാ? 30 വർഷം കഴിയുമ്പോ. അങ്ങനെയാണെങ്കിൽ ആ ബാങ്കിലെ പലിശ നിരക്ക് ചോദിച്ചാൽ ഇതാണ് സമവാക്യം. ഇതാണ് ഏറ്റവും എളുപ്പം. അല്ലാതെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന കുറെ സമയം പോകും. അപ്പൊ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുക. 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 300 ആണ്. അത് സ്റ്റാൻഡേർഡ് ആണ്. ഈ വാക്ക് മാറത്തില്ല, ഈ നമ്പർ മാറത്തില്ല. 300 തന്നെയാണ്. എപ്പോഴാ? 4 ഇരട്ടി ചോദിക്കുമ്പോൾ 300 തന്നെയാണ് മുകളിൽ. താഴെ എഴുതേണ്ടത് എത്ര വർഷം കൊണ്ടാ മക്കളെ അങ്ങനെ ആവുന്നതെന്നാ പറഞ്ഞു. 4 ഇരട്ടി ആവുന്നത് എത്ര വർഷം ഇട്ടേക്കുമ്പോഴാ? 30 വർഷം. അപ്പൊ n എന്തുവാണ്? വർഷമാണ്. അപ്പൊ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. 0 0 കട്ട് ചെയ്യുക. 6 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 30നെ 3 കൊണ്ട് ഹരിച്ച എത്ര ആയിരിക്കും? 10% എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 10%. കേട്ടല്ല? അപ്പൊ ഈ സമവാക്യം ഒന്ന് ഓർത്ത് വെച്ചോണം. എപ്പോഴാ അത് ഉപയോഗിക്കേണ്ടത്? സാധാരണ പലിശയില്, സിമ്പിൾ ഇൻട്രസ്റ്റില് ഒരു തുക ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ 100/n ഉപയോഗിക്കുക. 4 ഇരട്ടി എന്ന് ചോദിച്ചാൽ 300/n ഉപയോഗിക്കുക. അപ്പൊ ഇവിടുത്തെ n എത്രയായിരുന്നു? 30 വർഷം. അതുകൊണ്ട് 30 ഇട്ടു. അപ്പൊ പലിശ നിരക്ക് എത്രയായിരിക്കും? 10%. അപ്പൊ ആൻസർ എത്രയാണ്? 10%. എത്ര സിമ്പിൾ ആയിരുന്നു. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ്. എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോയും കാണണം. അല്ലാതെ ഇന്നത് സെലക്ട് ചെയ്ത് പഠിച്ചാൽ
ഇതൊന്നും നിങ്ങൾ കണ്ടു കാണത്തില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കത്തേ ഉള്ളൂ. ഒറിജിനലായിട്ട് ഞാൻ ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതാണ് മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഈ വീഡിയോസിലായിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു കാണും, ഇതൊക്കെ ചെയ്തും കാണും. അപ്പൊ പഠിക്കാത്തവര് ഈ വീഡിയോയിലൂടെ ഇത് പഠിച്ച് വെച്ചേക്കും. ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് അറിയണം. അപ്പൊ എന്താ ചോദ്യം? ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പർ. ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് മനസ്സിലായി, ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണത്തിന്റെ വശങ്ങളാണ്, ഒരു വശം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 12, മറ്റൊരു വശം തന്നിട്ടുണ്ട് 10. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വശത്തിന് അവർ എക്സ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത് വെച്ചാൽ അറിഞ്ഞുകൂടാ. ആ എക്സിന്റെ അവിടെ വരാൻ പറ്റുന്ന ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ സൈഡ് 4 വേണോന്ന് വെച്ചാൽ ഇവിടെ എടുക്കാം. 4 എടുക്കുമോ, 4 പറ്റുമോ, അതോ 3 ആണോ, 2 ആണോ, 1 ആണോ ചോദിച്ചത്. ഇവിടെ ചോദിച്ചേക്കുന്ന വാചകം ശ്രദ്ധിച്ചോണം മക്കളെ. ദ സ്മാളസ്റ്റ് വാല്യൂ എന്നാണ് ചോദിച്ചേക്കുന്നത്, ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്നല്ല ചോദിച്ചേക്കുന്നത്. ഏറ്റവും ചെറിയ വില എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്ക് മക്കളെ, അതാ ഇവിടെ ഞാൻ ഈ സ്മാളസ്റ്റ് വാല്യൂ ആയ 2 എടുത്തെന്ന് വെച്ചോ. 2 എടുത്താനുള്ള പ്രശ്നം എന്താ? ഇവര് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 10ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ ആരെയും കാട്ടിയും കൂടുതലല്ല, 12നെയും കാട്ടിയും കൂടുതലല്ല. അതുകൊണ്ട് ആരെ സെലക്ഷൻ ചെയ്യാൻ പറ്റൂല, 2 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ? ഇവിടുത്തെ മൂന്നാമത്തെ സൈഡ് ഞാൻ 2 സെലക്ട് ചെയ്താൽ എന്താണ് പ്രശ്നം? ഇവര് തമ്മിൽ കൂട്ടുമ്പോൾ കൂടി നിൽക്കുന്നുണ്ടോ? ഇല്ല, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വശമാവുമോ? ഇല്ല. അതുകൊണ്ട് ഒരിക്കലും 2 എന്ന ഓപ്ഷൻ വരത്തില്ല. 2 എന്ന ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ഞാൻ 1 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. 10ഉം 1 കൂടെ കൂട്ടിയ 11 ആവുന്നുള്ളൂ. അത് ആരെയും കാട്ടിയും കൂടുതലല്ല, 12നെയും കാട്ടിയും കൂടുതൽ അല്ല. അതുകൊണ്ട് അത് വശമായി വരുമോ? ഇല്ല. അപ്പൊ 1ഉം വരത്തില്ല, അതും മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 ആണ്. അപ്പൊ 3നെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് നോക്കാം. 10ഉം 3 കൂടെ കൂട്ടിയ 13, ഇവനെയും കാട്ടിയും കൂടുതലാ. അടുത്ത 12ഉം 3 കൂടെ കൂട്ടി 15, ഇവനെയും കാട്ടിയും കൂടുതലാ. അടുത്ത 10ഉം 12 കൂട്ടി 22, ഇവനെയും കാട്ടിയും കൂടുതലാ. എന്ന് പറയുമ്പോ ആരാണ് ആൻസർ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ്, അല്ലാതെ 4 അല്ല. ഇവിടെ ചോദിച്ചേക്കുന്ന ചെറിയ വില എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ചെറിയ വിലയായിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാണ്? 3 ആണ്. അപ്പൊ 3 എടുത്താൽ കുഴപ്പങ്ങളില്ല. അപ്പൊ ഇത് വശമായിട്ട് വരും ഏതിന്റെ? ത്രികോണത്തിന്. അപ്പൊ ആൻസർ ഈസ് 3. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരും. എല്ലാവരും കാത്തിരിക്കുക. ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നു. ഇത് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്, ഭയങ്കര പാടാണ് ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെതായിട്ടുള്ള വില നിങ്ങൾ കൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി ഭാഗം അടുത്ത വീഡിയോസിൽ വരും. നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ന്യൂജൻ മാത്ത് എന്ന ചാനലിൽ വീഡിയോ സെക്ഷനിൽ വന്നുകൊണ്ടേയിരിക്കും വീഡിയോസ്. എല്ലാവരും വരിക, കാണുക, പഠിക്കുക.